തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വീതം സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്ത മാർച്ച് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചാണ് LDF നേതൃത്വത്തിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ ത്രിതല പഞ്ചായത്ത് ഫണ്ട് വലിയ രൂപത്തിൽ വെട്ടിക്കുറച്ചിരിക്കുകയാണെന്നും ഇത് വികസന പ്രവർത്തനങ്ങളെ വലിയ രൂപത്തിൽ ബാധിക്കുമെന്നും സമരക്കാർ പറഞ്ഞു. ഗ്രാമീണ റോഡുകളുടെ വികസനം ഉൾപ്പെടെ വ്യക്തിഗത ആനുകൂല്യങ്ങളും കാർഷിക മേഖലയുടെ സഹായവും വനിതകളും കുടുംബശ്രീക്കാരും ഭിന്നശേഷിക്കാരുമായ ജനങ്ങളെ ആകെ സംരക്ഷിക്കാനുള്ള നടപടികളും നീർച്ചാലുകളുടെ സംരക്ഷണവുമൊക്കെ പ്രതിസന്ധിയിലാവും. ഈ സാഹചര്യത്തിലാണ് LDF നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത്. മാർച്ചിന് ശേഷം നടന്ന ധർണ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. ചിരിക്കാത്ത മുഖ്യമന്ത്രിക്ക് പകരം ഒരു ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ ഉണ്ടാക്കാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തി 102 സീറ്റിന്റെ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്ന ഏതാണ്ട് 3 മാസമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ UDFന്റെ ഗവൺമെന്റ് ആന കയറിയ കരിമ്പൻ തോട്ടം പോലെ സർവ നേട്ടങ്ങളെയും നന്മകളെയും മതനിരപേക്ഷതയും എല്ലാം ചവിട്ടി മെതിച്ച് മുന്നോട്ട് പോവുകയാണ്. 3 മാസം കൊണ്ട് ഇങ്ങനെയാണെങ്കിൽ 5 കൊല്ലം പൂർത്തിയാക്കാൻ അവസരം കിട്ടിയാൽ ഈ കേരളത്തിന്റെ സ്ഥിതി എന്താകും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. RJD നേതാവ് സുബൈർ അത്തോളി അധ്യക്ഷനായി. RJD സംസ്ഥാന സെക്രട്ടറി V കുഞ്ഞാലി, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K ശിവദാസൻ, KP ഷാജി, NCP ജില്ലാ കമ്മിറ്റി അംഗം അബ്ദുള്ള കുമാർ നെല്ലൂർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G അബ്ദുൽ അക്ബർ, വൈസ് പ്രസിഡന്റ് M ദിവ്യ, ജില്ലാ പഞ്ചായത്ത് മുൻ മെമ്പർ VP ജമീല, മാന്ത്ര വിനോദ്, സജി തോമസ്, KP വിനു തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ചിന് സവാദ് ഇബ്രാഹിം, KP സുനില, സരിത ചാമക്കാലയിൽ, സുബൈദ മാളിയേക്കൽ, റുബീന, K സുരേഷ്, ശ്രീകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.